Assalamu alaikum. Hi, my children. How are you all? Are you fine there? Okay. Are you ready to start a new chapter? Chapter 12 Solids, Liquids, and Gases. Okay. Here we can see many things around us. Is it? It is either എന്താണ് നാച്ചുറൽ ഓർ മാൻമെയ്ഡ്. അതായത് നമുക്ക് ചുറ്റും ധാരാളം വസ്തുതകളെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതായത് ഇറ്റ് ഈസ് നാച്ചുറൽ ഓർ മാൻമെയ്ഡ്, അതായത് മനുഷ്യനിർമ്മിതവുമുണ്ട്, എന്താണ് പ്രകൃതിയിൽ തന്നെ ഉള്ളതുമായ ധാരാളം വസ്തുക്കളെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. Page number 106 all of you take, and we have some exercise in that page. Okay, page number 106 and listen. First write T for true or F for false. True or false ആണ് first question. All things around us are man-made. അതായത് all things around us are man-made. അതായത് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുതകളും man-made ആണ്, മനുഷ്യൻ നിർമ്മിച്ചതാണ്. Is it a true or false? That is a false. അപ്പോൾ ഫസ്റ്റ് വൺ ആൻസർ എന്താണ്? false ആണ്. T for true and F for false. First one, that is a false. We can write there F. അതായത് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുതകളും എന്താണ്? either man-made or natural ആണ്. അപ്പം that is a false. Second one, all living things breathe, grow, feel and die. അതായത് ജീവനുള്ള എല്ലാ വസ്തുതകളും എന്ത് ചെയ്യുന്നു? they can breathe, they can grow, they can feel and die. അപ്പോൾ ലിവിങ് തിങ്സിൻ്റെ ക്വാളിറ്റീസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ലിവിങ് തിങ്സ് എന്തൊക്കെ ചെയ്യാറുണ്ട്? they breathe, they grow, they feel and die. That is a true. Then we can write here T. Okay. Third one, soil and plants are examples of man-made things. അതായത് നമുക്ക് ചുറ്റും കാണുന്ന സോയിൽ, നമ്മൾ സോയിൽ ആൻഡ് പ്ലാന്റ്സ് ആർ മാൻ-മെയ്ഡ് തിങ്സ്. നമ്മൾ ഉണ്ടാക്കിയതാണോ ഈ കാണുന്ന സോയിലും പ്ലാന്റ്സും ഒക്കെ? നോ, ദാറ്റ് ഈസ് നാച്ചുറൽ ആണല്ലേ. അപ്പം വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് എ ഫോൾസ്. ഫോർത്ത് വൺ, ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ക്യാൻ റീപ്രൊഡ്യൂസ്. അതായത് ലിവിങ് തിങ്സിനും നോൺ ലിവിങ് തിങ്സിനും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഓൾസോ എ ഫോൾസ്. ആർക്കാണ് പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? ലിവിങ് തിങ്സിന്. നോൺ ലിവിങ് തിങ്സിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം വി ക്യാൻ റൈറ്റ് എഫ് ഓൾസോ ഹിയർ. ഓക്കെ. Then next we have fill in the blanks. Listen. First one, dash and dash are examples of man-made things. അതായത് മനുഷ്യനിർമ്മിതമായ വസ്തുതകൾക്ക് ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾസ് എഴുതുക. Can you say any two examples of man-made things? Yes, plastic, then bag, chair, table. We can write many things. Dash and dash are examples of man-made things. അതിൽ സെക്കൻഡ് fill in the blanks ആണ്. Second portion, fill in the blanks. First question, dash and dash are the examples of man-made things. What are they? Right, plastic, PLASTIC, plastic and bags. Okay, you can write any other things. Then second one, trees, animals and human beings are examples of dash things. That trees, animals and human beings are examples of living thing ആണോ നോൺ ലിവിങ് തിങ് ആണോ? ആർ എക്സാമ്പിൾസ് ഓഫ് ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിന് എക്സാമ്പിൾസ് ആണ് എന്ത്? പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ലിവിങ് തിങ്സ്. Third one, living things need dash to breathe.
അതായത് ലിവിങ് തിങ്സിന് ബ്രീത്ത് ചെയ്യാനായിട്ട് എന്താണ് ആവശ്യമുള്ളത്? ക്യാൻ യു സേ? ലിവിങ് തിങ്സ് നീഡ് എയർ. വെരി ഗുഡ്. ലിവിങ് തിങ്സ് നീഡ് എയർ ടു ബ്രീത്ത് അല്ലേ? ലാസ്റ്റ് വൺ, നോൺ ലിവിങ് തിങ്സ് കനോട്ട് ഡാഷ് ആൻഡ് ഡാഷ്. അപ്പം നോൺ ലിവിങ് തിങ്സിന് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതിക്കേ. സേ ബ്രീത്ത്. നോൺ ലിവിങ് തിങ്സിന് ബ്രീത്തിങ് പറ്റുമോ? പറ്റില്ല. അപ്പം ദേ കനോട്ട് ബ്രീത്ത്. ആൻഡ് പിന്നീട് നോൺ ലിവിങ് തിങ്സിന് ദേ കനോട്ട് ഗ്രോ. അവർക്ക് വളരാൻ പറ്റുമോ? ഇല്ല. അപ്പം നോൺ ലിവിങ് തിങ്സ് കനോട്ട് ബ്രീത്ത് ആൻഡ് ഗ്രോ. ഓക്കെ, അപ്പോൾ യു ഫിനിഷ്. Next portion we want to study matter. എന്താണ് matter എന്ന് നമുക്കൊന്ന് പഠിക്കാം. We say there are many other things around us. Is it? അതായത് എന്തൊക്കെയാണ്? Trees, water, furniture, air are the examples of the things around us. Is it? They vary in color, size, shape and many other aspects. They have several things in common. അതായത് നമുക്ക് ചുറ്റും കാണുന്ന വസ്തുതകൾ എന്താണ്? They vary in shape, size and color. But they have some common. കോമൺ എന്താണ്? കോമൺ ആയിട്ട് കുറേ വസ്തുതകൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. They occupy space and they have weight. അതായത് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുതകൾക്കും സ്ഥിതി ചെയ്യാൻ എന്ത് ആവശ്യമാണ്? They occupy space. അവർക്ക് എന്ത് വേണം? സ്പേസ് വേണം. ആൻഡ് ദേ ഹാവ് വെയിറ്റ്. അവർക്ക് എന്തുണ്ട്? ഓരോ വസ്തുവിന് എന്തുണ്ട്? വെയിറ്റും ഉണ്ട്. തിങ്സ് ദാറ്റ് occupy space and weigh are known as matter. അതായത് തിങ്സ് ദാറ്റ് നമുക്ക് ചുറ്റും കാണുന്ന വസ്തുതകൾ ദേ occupy space and have weigh are known as matter. നമുക്ക് ചുറ്റും കാണുന്ന എന്താണ്? സ്ഥിതി ചെയ്യാൻ ആവശ്യമായതും ഭാരമുള്ളതുമായ വസ്തുതകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാറ്റർ, അതായത് പദാർത്ഥം എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പം എന്താണ്? The things that occupy space and weigh are known as matter. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ വസ്തുതകളെയും നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? they occupy space. അവർക്ക് സ്ഥിതി ചെയ്യാൻ എന്താവശ്യമാണ്? സ്പേസ് വേണം. ആൻഡ് they have weight. they are known as matter. Then things that we get from nature are known as natural things. അത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുതകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? നാച്ചുറൽ തിങ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ സിൽക്ക്, വൂൾ ആൻഡ് മിൽക്ക് ആർ എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ തിങ്സ്. ഫോർ എക്സാമ്പിൾ സിൽക്ക്, we get silk from silkworm. Then milk. Then wool. ഇതെല്ലാം മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്നതാണോ ഈ സിൽക്ക്? വേമിൽ നിന്ന് നമുക്ക് നേച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ദെൻ മിൽക്ക് നമുക്ക് നേച്ചറിന്റെ വരദാനമായ, അതായത് നമുക്ക് കൗ, ഗോട്ട് അതുപോലുള്ള ആനിമൽസിൽ നിന്ന് കിട്ടുന്നതാണെന്ത്? മിൽക്ക്. ദെൻ വൂൾ, നമുക്ക് ഷീപ്പിൽ നിന്ന് കിട്ടുന്നതാണെന്ത്? വൂൾ അല്ലേ? അപ്പൊ ഇതെല്ലാം എന്താണ്? നാച്ചുറൽ തിങ്സ് ആണ്. അതായത് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിക്കുന്നതല്ല, പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ തിങ്സ് എന്ന് വിളിക്കുന്നു. തിങ്സ് ദാറ്റ് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ് യൂസിങ് നാച്ചുറൽ തിങ്സ് ആർ നോൺ ആസ് മാൻ മെയ്ഡ് തിങ്സ്. അതായത് നാച്ചുറൽ തിങ്സിൽ നിന്ന് മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന കൃത്രിമ വസ്തുതകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാൻ മെയ്ഡ് തിങ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക്. ദെൻ ഗ്ലാസ് ആൻഡ് ഓർണമെന്റ്സ് ആർ എ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് ആർട്ടിഫിഷ്യൽ തിങ്സ്. ഇപ്പൊ എന്താണ് ആർട്ടിഫിഷ്യൽ തിങ്സ് എന്ന് പറഞ്ഞാൽ? the things that we get from the nature are called natural things, and the things that are made by man
from the natural things are known as man-made things. For example, ornaments, then plastic and glass are a few examples of man-made things. എല്ലാവർക്കും മനസ്സിലായല്ലോ? But next page all of you take 1 note 8 and listen. Natural and artificial things are useful to us in many ways. അതായത് നാച്ചുറൽ തിങ്സും ആർട്ടിഫിഷ്യൽ തിങ്സും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വി ഗെറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രം പ്ലാന്റ്സ്. അപ്പം അതിൽ നമുക്ക് ഈ നാച്ചുറൽ തിങ്സും ആർട്ടിഫിഷ്യൽ തിങ്സും നമുക്ക് യൂസ്ഫുൾ ആണെന്ന് ഉള്ളതിൻ്റെ കാരണങ്ങളാണ്. ഫസ്റ്റ് എന്താണ്? വി ഗെറ്റ് എന്തൊക്കെ കിട്ടുന്നു? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രം പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് കിട്ടുന്നു. ഓക്കെ. ദെൻ വി ഗെറ്റ് വുഡ് ആൻഡ് കോട്ടൺ ഫ്രം പ്ലാന്റ്സ്. നമുക്ക് വുഡ്, നമുക്ക് ആവശ്യമായ വുഡ്, നമ്മുടെ അത്യാവശ്യമായ നമ്മളെ വീട് നിർമ്മിക്കാനൊക്കെ ആവശ്യമായ ഘടകമാണ് എന്ത്? വുഡ്. അപ്പം നമ്മുടെ വീടുകളിൽ കിടക്കുന്ന ഫർണിച്ചർ അതുപോലുള്ള ഉപകരണങ്ങളെല്ലാം എന്താണ്? വുഡിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പം വി ഗെറ്റ് വുഡ് ആൻഡ് കോട്ടൺ ഫ്രം പ്ലാന്റ്സ്. അപ്പം വി ഗെറ്റ് വുഡ് ആൻഡ് കോട്ടൺ ഫ്രം we get wood and cotton from plants. Get wood and cotton from plants. Next, wool and silk. Wool and silk are obtained from plants. But first one, we get fruits and vegetables from plants. Second one, wood and cotton we get from plants. Then wool and silk are obtained from plants. Wool is obtained from an animal. Can you say the name of the animal? That is sheep, and it is used to make woolen clothes. It is used to make woolen clothes. Then silk is obtained from silkworm. Silk നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സിൽക്ക്വർമിൽ നിന്നാണ് കിട്ടുന്നത്. And is used to make silk clothes. അപ്പം നമുക്ക് നാച്ചുറൽ തിങ്സ് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? വി ഗെറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രം പ്ലാന്റ്സ്. ദെൻ വി ഗെറ്റ് വുഡ് ആൻഡ് cotton from plants. Then we get wool and silk also from animals. അല്ലേ? അതായത് വൂള് നമുക്ക് ഷീപ്പിൽ നിന്ന് കിട്ടുന്നു. ദെൻ സിൽക്ക് വേമിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? സിൽക്ക് കിട്ടുന്നു. ദെൻ ആനിമൽ പ്രോഡക്ട്സ് ആർ ഓൾസോ യൂസ് ടു മേക്ക് മെഡിസിൻസ് ആൻഡ് സോപ്പ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസും പിന്നീട് എന്താണ്? സോപ്പുകളും. ഇതെല്ലാം നമുക്ക് ആനിമൽ പ്രോഡക്റ്റ് വഴി നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും. പിന്നീട് എന്താണ്? വാട്ടർ ഈസ് യൂസ്ഡ് ബൈ ഓൾ ലിവിങ് തിങ്സ്. അതായത് വാട്ടർ എന്താണ്? ഒരു നാച്ചുറൽ തിങ് ആണ് അല്ലേ? അപ്പം എല്ലാ ലിവിങ് തിങ്സും എന്ത് ചെയ്യുന്നു? നമ്മൾ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫോർ വാട്ട്? ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ്, വാഷിംഗ് ആൻഡ് സോ ഓൺ. ദെൻ റോക്സ് ലൈക്ക്, അതായത് റോക്സ് ലൈക്ക് മാർബിൾ, ഗ്രാനൈറ്റ്. നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ ഫ്ലോറുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? മാർബിളോ ഗ്രാനൈറ്റോ അതുവഴി ടൈലോ ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? വി ഗെറ്റ് ഫ്രം നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന റോക്സിൽ നിന്നാണ് ഇത് നിർമ്മിച്ചെടുക്കുന്നത് അല്ലേ? ലൈം സ്റ്റോൺ ആൻഡ് സാൻഡ് സ്റ്റോൺ ആർ യൂസ് ടു ബിൽഡ് ഹൗസ്. ഇതെല്ലാം നമ്മൾ എന്തിന് ഉപയോഗിക്കുന്നു? ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ ജെം സ്റ്റോൺസ് ലൈക്ക് ഡയമണ്ട്സ്, റൂബി, സാഫിയേഴ്സ് ആർ യൂസ് ടു മേക്ക് ഓർണമെന്റ്സ്. ജെം സ്റ്റോൺസ് ലൈക്ക് ഡയമണ്ട്, ദെൻ റൂബി, ദെൻ സാഫിയർ. സാഫിയർ മീൻസ് എന്താണ്? ഇന്ദ്രനീലം. ഇതെല്ലാം നമുക്ക് എന്താണ്? ഓർണമെന്റ്സ് മേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ സാൻഡ്, ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നേച്ചറിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നേച്ചറിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? റോക്സ് കിട്ടുന്നുണ്ട്. ദെൻ ജെം സ്റ്റോൺസ് ലൈക്ക് ഡയമണ്ട്, റൂബി ആൻഡ് സാഫിയേഴ്സ് യൂസ് ടു മേക്ക് ഓർണമെന്റ്സ്. ദെൻ സാൻഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഗ്ലാസ്. നമ്മൾ ഗ്ലാസ് അതെന്താണ്? സാൻഡിൽ നിന്നാണ് ഗ്ലാസ് നിർമ്മിക്കുന്നത്. ദെൻ ഗ്ലാസ് ഈസ് യൂസ് ടു മേക്ക് മിറേഴ്സ് ആൻഡ് ക്രോക്കറി. അപ്പോൾ ഗ്ലാസ് വെച്ച് നമുക്ക് എന്ത് നിർമ്മിക്കാം? മിറേഴ്സും ക്രോക്കറി ഐറ്റംസ് ഒക്കെ നമുക്ക് ഗ്ലാസ്സിൽ നിന്ന് കിട്ടുന്നു. ഗ്ലാസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നേച്ചറിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നേച്ചർ എന്താണ്?
നമുക്ക് കിട്ടിയ അപൂർവ ഒരു ഗിഫ്റ്റാണ് നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ നേച്ചറിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുതകളും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോർഷൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതായത് ഈ മാറ്റർ എന്താണ് നമ്മൾ പഠിച്ചല്ലോ. ക്യാൻ യു സേ വാട്ട് ഈസ് മാറ്റർ? The things that occupy space and weight are known as matter. അതായത് there are natural things ഉണ്ട്, artificial things ഉണ്ട്. The matter that seen in nature are called the natural things, and the things that are made by man are known as artificial things. Okay, അതായത് states of matter. ഒരു മാറ്ററിന് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥം. ഒരു പദാർത്ഥത്തിന് 3 അവസ്ഥകളുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സോളിഡ്. മാറ്ററിന്റെ ഫസ്റ്റ് എന്താണ്? സ്റ്റേറ്റ് ആണ് എന്ത്? സോളിഡ്. സെക്കൻഡ് വൺ ഈസ് എ ലിക്വിഡ് ആൻഡ് തേർഡ് വൺ ഈസ് എ ഗ്യാസ്. മാറ്ററിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് എന്ത്? സോളിഡ്. സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഈസ് liquid and the third state is gas. Okay, but inshallah this portion we can study in the next class. All of you read the textbook and practice it. Okay, inshallah we can meet in the next class. Assalamu alaikum warahmatullahi wabarakatuh.